ഹലോ, ഇന്ന് ചിമ്മുൻ്റെ ബർത്ത്ഡേ ആണ്, 7th ബർത്ത്ഡേ. അപ്പോൾ നമ്മൾ മാസങ്ങൾക്ക് മുമ്പേ പല പല പ്ലാനിങ്ങുകളൊക്കെ ഉണ്ടായിരുന്നേ, പക്ഷേ എല്ലാം ചീറ്റിപ്പോയി. ഒന്നും പ്ലാൻ ചെയ്ത പോലെ ഒന്നും നടന്നേയില്ല. അപ്പോൾ നമ്മൾ കോഴിക്കോട് മൊത്തം എക്സ്പ്ലോർ ചെയ്യണം, അങ്ങനെയൊക്കെ ചിന്മയ്ക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക, അവൾക്ക് പോകാൻ ഇഷ്ടമുള്ള കാര്യങ്ങൾ, കഴിക്കാൻ ഇഷ്ടമുള്ളത്, വാങ്ങിക്കാൻ ഇഷ്ടമുള്ളത്, അങ്ങനെ പല പല പ്ലാനിങ്ങുകളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതൊന്നും നടന്നില്ല. നമ്മൾ ചിമ്മുൻ്റെ അച്ഛൻ്റെ വീട്ടിലായിപ്പോയി. പക്ഷേ ശരി, എന്നാൽ പിന്നെ അവിടുന്ന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ വിചാരിച്ചു. ഇപ്പോൾ കാറിൽ കയറുമ്പോൾ അമ്മേൻ്റെ മടിയിലിരിക്കണമെന്ന് വാശി പിടിച്ചു. ശരി, ബർത്ത്ഡേ അല്ലേ, അപ്പോൾ അത് സാധിച്ചു കൊടുത്തു. നമ്മൾ നേരെ കൂത്തുപറമ്പുള്ള അമ്പലത്തിലേക്ക് പോവാണ്. നേരെ രാവിലെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടാണ് കേട്ടോ ഇറങ്ങിയത്. ഒരു 8 മണിക്ക് ഇറങ്ങി. നമ്മൾ ഗൂഗിളൊക്കെ സെർച്ച് ചെയ്തിട്ട് പോകുന്നൊരു അമ്പലമാണ്. അമ്പലത്തിൻ്റെ പേര് തൃക്കൈക്കുന്ന് മഹാദേവ ക്ഷേത്രം എന്നാണെന്ന് തോന്നുന്നു. അപ്പോൾ നമ്മൾ സ്ഥിരമായിട്ട് പോകുന്ന അമ്പലം അല്ലാതെ പോവാത്തൊരമ്പലം നോക്കിയിട്ട് സെർച്ച് ചെയ്തിട്ട് നമുക്ക് കണ്ടുപിടിച്ചൊരമ്പലമാണ്. അങ്ങനെ നമ്മൾ നേരെ അങ്ങോട്ടേക്ക് പോവാം. നമുക്ക് വടകരയിൽ നിന്ന് ഒരു മണിക്കൂർ യാത്രയുണ്ട് അങ്ങോട്ടേക്ക്, കൂത്തുപറമ്പിലേക്ക്. അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. മോൾക്ക് ഭയങ്കര ക്ഷീണമൊക്കെ ആയിരുന്നേ, കുറച്ച് ഉറങ്ങിയൊക്കെ പോയി കാറിൽ നിന്ന്. അങ്ങനെ നമ്മൾ അമ്പലത്തിലെത്തി. നല്ല അമ്പലം കേട്ടോ, നല്ല ഭയങ്കര സ്പേഷ്യസ് ആയിട്ടുള്ളൊരു അമ്പലമാണ്. അപ്പോൾ അവിടെ പോയി നമ്മൾ പ്രാർത്ഥിച്ചു. അവിടെ കുറേ വെഡ്ഡിങ്ങിൻ്റെയും അങ്ങനെ ഓരോ ഷൂട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ നമ്മളങ്ങനെ പോയി കുറേ ഫോട്ടോസൊക്കെ എടുത്തു, വീഡിയോസൊക്കെ എടുത്തു. നമ്മൾ കുറച്ച് നേരം അമ്പലത്തിലിരുന്നു കേട്ടോ. നമ്മൾ ഏത് അമ്പലത്തിൽ പോയാലും പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അപ്പം തന്നെ തിരിച്ചു വരാൻ പാടില്ല എന്നാണ് ഞാൻ കേട്ടതാണ്. ആരോ പറഞ്ഞതെന്ന് ഓർമ്മയില്ല, അങ്ങനെ കേട്ടു. നമ്മൾ കുറേ നേരമൊന്നുമില്ലെങ്കിലും ഉള്ളിൽ കുറച്ച് നേരം നമ്മളൊന്ന് അവിടെ ഇരിക്കുക, എന്നിട്ടേ തിരിച്ചു വരാൻ പാടുള്ളൂ. അപ്പോൾ അതേപോലെ നമ്മൾ കുറച്ച് നേരം ഇരുന്നു. പിന്നെ നമ്മൾ തിരിച്ചു വന്നു. അവിടുന്ന് നമ്മൾ നേരെ പോയത് ഇല്യൂഷൻ പാർക്കിലൊക്കെയാണ്. കേരളാസ് ഫസ്റ്റ് ഇല്യൂഷൻ പാർക്കാണ് കേട്ടോ കണ്ണൂരുള്ളത്. അത് അമ്പലത്തിൽ നിന്നൊരു അരമണിക്കൂറേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ അങ്ങോട്ടേക്ക്. അപ്പോൾ നമ്മൾ അതൊക്കെ പ്ലാൻ ചെയ്തിട്ടാണ് ആ അമ്പലത്തിലേക്കൊക്കെ ആക്കിയത്. കണ്ടില്ലേ ചിമ്മുവിൻ്റെ എക്സൈറ്റ്മെൻറ്റ് കണ്ടില്ലേ? ഇവള് ഫുൾ ടൈം യൂട്യൂബിൽ തന്നെ ആയതുകൊണ്ട് യൂട്യൂബിൽ ഇങ്ങനെ കാണുന്ന വീഡിയോസൊക്കെ കണ്ട ഭയങ്കര ഇഷ്ടമാണ്. അതാണ് ഇവളിത് യൂട്യൂബിൽ കണ്ടിട്ടുണ്ട് ഈ വീഡിയോ, ഇങ്ങനത്തെ ഇല്യൂഷൻ പാർക്കിൻ്റെ. അത് കണ്ടിട്ടുള്ള എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു കേട്ടോ. നമ്മളിതൊന്നും പറഞ്ഞിട്ടേ ഇല്ലായിരുന്നു കേട്ടോ, ഭയങ്കര സർപ്രൈസ് ആയിട്ട് വെച്ചതാ. അപ്പോൾ അമ്പലത്തിലേക്ക് പോകുന്നു മാത്രമേ അറിയുള്ളായിരുന്നു. അമ്പലത്തിൽ നിന്ന് വേറൊരു സ്ഥലത്തേക്ക് പോവും, അവിടെ സർപ്രൈസ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞതായിരുന്നു. പക്ഷേ ഇതാണെന്നൊന്നും വിചാരിച്ചില്ല. ആ ഒരു എക്സൈറ്റ്മെൻറ്റാണ് കണ്ടത്. അവിടെ നമ്മൾ ഒരു 9:30 എത്തി. പക്ഷെ അവിടെ ഓപ്പൺ ടൈം എന്ന് പറയുന്നത് 10 മണിയായിരുന്നേ. അപ്പോൾ അതിൻ്റെ തന്നെ പാർക്കുള്ളതുകൊണ്ട് നമ്മൾ അവിടെ നിന്ന് കളിച്ചു. ഇത് ചിമ്മുൻ്റെ അച്ഛമ്മേനെ നിർബന്ധിച്ച് ഊഞ്ഞാലിൽ കയറ്റിയതാ. അപ്പോൾ കുറച്ച് നേരം നമ്മളങ്ങനെ ആട്ടിക്കൊടുത്തു. അവിടെ നമുക്ക് വലിയവർക്കും ഊഞ്ഞാലാടാനുള്ള സൗകര്യമുണ്ട്. പാർക്ക് എന്ന് പറയാൻ വലുതായിട്ടൊന്നുമില്ല, ഒരു 2-3 കാര്യങ്ങളേ ഉള്ളൂ. അപ്പോൾ അവിടെ നിന്ന് നമ്മളൊരു 10 മണിയായപ്പോൾ വീണ്ടും നമ്മൾ ഇല്യൂഷൻ പാർക്കിലേക്ക് പോയി. അവിടെ പക്ഷേ 10 മണിക്ക് ഓപ്പൺ ആയിട്ടില്ല, സ്റ്റാഫ്സ് ഒന്നും വന്നിട്ടില്ല എന്ന് പറഞ്ഞു. തലേ ദിവസം വിഷു ആയതുകൊണ്ട് അവരെല്ലാവരും പോവാൻ ലേറ്റ് ആയിപ്പോയി. അതുകൊണ്ട് തലേ ദിവസം പോവാൻ ലേറ്റ് ആയതുകൊണ്ട് പിറ്റേ ദിവസം ആയതുകൊണ്ട് വരാനും ലേറ്റായി. പക്ഷെ ഒരു 10:15 വരെ നമ്മൾ അവിടെ നിന്നു കേട്ടോ. എന്നിട്ടും സ്റ്റാഫ്സ് ഒന്നും എത്തിയിട്ടില്ലായിരുന്നേ. അപ്പോൾ പിന്നെ ഇപ്പോൾ കണ്ടില്ലേ ചിമ്മു ആ ഒരു ബോറടി മാറ്റാൻ വേണ്ടി കളിക്കുകയായിരുന്നു അച്ഛൻ്റെ കൂടെ. അത് കഴിഞ്ഞ് നമ്മൾ അതിൻ്റെ തൊട്ടടുത്ത് കഫേ ഉണ്ടായിരുന്നേ, അവിടെ പോയിട്ട് എന്തെങ്കിലും ജ്യൂസ് കുടിക്കാൻ വിചാരിച്ചപ്പോൾ അവിടെയും 10 മണി ഇതൊക്കെ ഓപ്പൺ ആവാണ്ടേ, അതും ഓപ്പൺ ആവില്ല പറഞ്ഞു. പിന്നെ ഒരു 10:15 ആയപ്പോൾ ശരി ടിക്കറ്റൊക്കെ എടുക്കേണ്ട ടൈമായി. ഒരു ആൾക്ക് 100 റുപ്പീസാണ് കേട്ടോ. പിന്നെ കുട്ടികൾക്ക് അവിടെ ഒരു ചുമരിൻ്റെ മുകളിൽ ഒരു ലൈൻ വരച്ചിട്ടുണ്ട്. അതിൻ്റെ താഴോട്ടുള്ള കുട്ടികൾക്ക്, ആ ഹൈറ്റിൻ്റെ താഴോട്ടുള്ള കുട്ടികൾക്ക് പൈസ വേണ്ട എന്നാണോ 50 രൂപയാണോ അത് ഞാൻ മറന്നുപോയി. ബാക്കിയുള്ളവർക്കെല്ലാം 100 റുപ്പീസാണ്. അങ്ങനെ ഞങ്ങൾ ഉള്ളിൽ കയറി. അങ്ങനെ നമ്മൾ ഓരോ ഗ്യാങ്ങിനും ഓരോ ഗൈഡ് അവിടുന്ന് ഉണ്ടാവും. അവർക്ക് നമ്മൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം പറഞ്ഞു തരാനായിട്ട്. അതെ.
അതെല്ലാം കഴിഞ്ഞ് നമ്മൾ പിന്നെ അവിടെ നിന്ന് ഇറങ്ങി. അവിടെ ഏകദേശം 1 മണിക്കൂർ, ഒരു 1-1.25 മണിക്കൂർ നേരത്തെ കാഴ്ചകൾ കാണാനുണ്ട് കേട്ടോ. നമുക്ക് ഫോട്ടോസ് എടുക്കാം, വീഡിയോസ് എടുക്കാം, ഫോട്ടോ സ്പോട്ടുകളൊക്കെ ഉണ്ട് അവിടെ. അതെല്ലാം കഴിഞ്ഞ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി നമുക്ക് ഭയങ്കര വിശപ്പായിരുന്നു കേട്ടോ. നമ്മൾ അവിടുന്ന് തിരിച്ച് വടകരയിൽ നിന്ന് ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചെങ്കിലും നമുക്ക് വിശപ്പ് സഹിക്കാൻ വയ്യായിരുന്നു. അങ്ങനെ തലശ്ശേരിയിൽ എത്തിയപ്പോൾ ഒരു റൈസ് ആൻഡ് റൊട്ടി റെസ്റ്റോറൻറ്റ് പറഞ്ഞിട്ടൊരു റെസ്റ്റോറൻറ്റ് കണ്ടു. അതിൻ്റെ മുന്നിൽ നിർത്തി ഗൂഗിളിൽ നോക്കിയപ്പോൾ നല്ല റിവ്യൂസ് ആയിരുന്നേ. അപ്പോൾ പറഞ്ഞ പോലെ തന്നെ അടിപൊളി സർവീസ് ആയിരുന്നു കേട്ടോ. ആ ആളുടെ ഫോട്ടോ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല, നല്ലൊരാളായിരുന്നു നമുക്ക് സർവീസിന് വന്നത്. അപ്പോൾ നമ്മൾ മോൾക്ക് മന്തി തന്നെ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായി. അപ്പോൾ നമ്മൾ മന്തി കഴിച്ചു, കുഴപ്പമില്ലായിരുന്നു, നന്നായിരുന്നു കേട്ടോ മന്തി. അത് കഴിഞ്ഞ് പിന്നെ നമ്മളെല്ലാവരും മിൻറ്റ് ലൈമും കുടിച്ചു. പിന്നെ അവിടുന്ന് നമ്മൾ ഇറങ്ങി.